കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി പി രാജീവ്. 2 പതിറ്റാണ്ടായി നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു. റോഡിനായി കേന്ദ്ര സ്ഥാപനങ്ങൾ സഹകരിക്കാത്തതോടെ കിലോമീറ്ററിന് സർക്കാരിന് 69 കോടി രൂപ നഷ്ടം സംഭവിച്ചതായും മന്ത്രി കുറ്റപ്പെടുത്തി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. അശ്വിനി, കുറെ നാളായി നിലച്ചുപോയ പദ്ധതി അത് വീണ്ടും പുനരാരംഭിക്കും, അതിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. ഈ രണ്ടാം ഘട്ട നിർമ്മാണം എപ്പോൾ തുടങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? അശ്വിൻ, ജയലക്ഷ്മി, 2003 സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന പദ്ധതി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷം ഇരുമ്പനം മുതൽ HMD റോഡ് വരെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതുമാണ്. HMDയുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള HMDയും NADയുമാണ് സ്ഥലം വിട്ടുകൊടുക്കുന്നതിൽ രാഷ്ട്രീയ കുഴപ്പവും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ ഈ 2 പതിറ്റാണ്ടായി നിലനിൽക്കുന്നത്. HMDയുടെ 500 മീറ്ററും ഒപ്പം NADയുടെ 500 മീറ്ററുമാണ് സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാതിരുന്നത്. ഇതിനുവേണ്ടി 69 കോടി രൂപയാണ് സർക്കാർ ഈ 500 മീറ്റർ വീതം 1 കിലോമീറ്റർ ദൂരത്തിന് വേണ്ടി ചെലവാക്കിയത്. അത് സർക്കാരിന് നഷ്ടമാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ പി രാജീവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ദീർഘനാളത്തെ പ്രശ്നം ചർച്ചയിലൂടെയും ഒപ്പം കോടതി ഇടപെടലിലൂടെയും ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ 530 കോടിയിൽ അധികം രൂപ ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. അതിന്റെ വിജ്ഞാപനം ഉടൻ പുറത്തുവരും. അതോടുകൂടി മാർച്ച് പകുതിയോടുകൂടി പണി ആരംഭിക്കാനാകും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. എന്തായാലും സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിൽ ഒന്നായ സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കുന്നതോടെ വലിയ നേട്ടവും സർക്കാരിന് അവകാശപ്പെടാനാകും. ശരി അശ്വിൻ, കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നാണ് മന്ത്രി പി രാജീവ് ഇപ്പോൾ അറിയിക്കുന്നത്.